ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഫോർമേഷനാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മളോട് കംപ്ലയിൻറ്റ് ചോദിച്ച്, അതായത് ഇപ്പോഴും എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും കംപ്ലയിൻറ്റ് വരുന്നതാണ്. സാർ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ലോൺ അപ്ലൈ ചെയ്തു. അവന് സിവിൽ 650 ഉള്ളൂ, എനിക്ക് 750 അല്ലെങ്കിൽ 760 ഉണ്ട്. പക്ഷേ അവന് 5000 രൂപ കിട്ടി, എനിക്ക് 1000 രൂപയെ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ അവന് 50,000 കിട്ടി, എനിക്ക് 6000 രൂപയെ കിട്ടിയുള്ളൂ. അതെന്താണ് അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ വരുന്നുണ്ട്. പിന്നെ അവന് സിവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതായത് നെഗറ്റീവ് ഇതുവരെയ്ക്കും ലോൺ എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് 800 മുകളിൽ സിവിലുണ്ട്, എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ പല കംപ്ലയിൻസും വരുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പൊതുവെ പറയുകയാണെങ്കിൽ ഓരോ ബാങ്കും ലോൺ തരുന്നതിന് അവരുടേതായ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു പ്രമുഖ NBFC വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു NBFC ആപ്പിൽ നിന്നും നമുക്ക് 1.5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ, 60,000 രൂപ, അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അവിടെ പോയി അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല, നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ 2 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ ഇത്ര രൂപ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ആ ഒരു ബാങ്കിങ് രീതികൾ എങ്ങനെയാണ് നോക്കുന്നത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് നോക്കുന്നത്, അവരെന്നല്ല ഏത് ബാങ്കും നമുക്ക് അറിയാൻ സാധിക്കില്ല. ചില ആൾക്കാർ നോക്കുന്നത്, ഇപ്പോൾ ചില ആൾക്കാർക്ക് സാലറി ഉണ്ട്, 50,000 രൂപ സാലറി ഉണ്ട്, സിബിലുണ്ട്, നല്ല ബാങ്കിങ്, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരു ട്രാൻസാക്ഷൻ നോക്കും. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ 1-ാം തീയതി, 2-ാം തീയതി, 5-ാം തീയതി അങ്ങനെ ചെയ്ത ബാങ്കുകൾ ട്രാൻസാക്ഷൻ നോക്കും, അതായത് ഒരു ഡെബിറ്റും ക്രെഡിറ്റും നടന്നിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ലോൺ കൊടുക്കും. എന്നാൽ ചില ബാങ്കുകൾ ഇത്ര രൂപ ഓവർ സാലറി ആണെങ്കിൽ ലോൺ കൊടുക്കില്ല. ഒരു 60,000 മുകളിൽ വരുന്ന സാലറി ഉണ്ടെങ്കിൽ ചില ബാങ്കുകൾ ലോൺ കൊടുക്കില്ല. പിന്നെ മർച്ചൻ്റ് നേവീസിന് ലോൺ കൊടുക്കില്ല, പോലീസുകാർക്ക് ലോൺ കൊടുക്കില്ല, വക്കീലന്മാർക്ക് ലോൺ കൊടുക്കില്ല, KSRTC ഡ്രൈവേഴ്സിന് ലോൺ കൊടുക്കില്ല. ഇതെല്ലാം നമുക്ക് ഒരുവിധം ആൾക്കാർക്കും അറിയാൻ പറ്റും. ഓക്കെ, അതെല്ലാം ബാങ്ക് കൂട്ടുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയൻ. അങ്ങനെയാണ് കുറച്ച് പേർക്ക് ഡ്രൈവേഴ്സിന് മിക്കവാറും ലോൺ എല്ലാ ബാങ്കും റിജക്റ്റ് ചെയ്യുന്നത്. ഞാനതിൻ്റെ കാരണം പറഞ്ഞു. ഇപ്പോൾ -1 എന്ന് പറഞ്ഞാൽ, സിവിൽ -1 എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബാങ്കിലും ലോൺ എടുത്ത് ഒരു റെക്കോർഡുമില്ല. അപ്പോൾ അങ്ങനെ മറ്റു ബാങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇദ്ദേഹം ലോൺ എടുത്ത് പരിചയമില്ല, അപ്പം തിരിച്ചടയ്ക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോൺ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് കൊടുക്കുന്ന രീതിയിൽ ചില ബാങ്ക് കരുതാം. ചില ബാങ്കാണെങ്കിൽ അവരുടെ നെഗറ്റീവ് ഏരിയ ഉണ്ട്, നെഗറ്റീവ് പിൻകോഡ്. ഇപ്പോൾ ഇടുക്കി, വയനാട്, കാസർഗോഡ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തിരുവനന്തപുരം കുറച്ച് ബോർഡേഴ്സ്, അതുപോലെ തന്നെ എറണാകുളത്ത് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അങ്ങനെയുള്ള കുറച്ച് പിൻ നമ്പേഴ്സ് എല്ലാം നെഗറ്റീവാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കില്ല. അത് പല കാരണങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, അത് പിന്നെയുള്ള അത് പിന്നീട് ഒരിക്കലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, എന്നോട് പല കസ്റ്റമേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്, സാറേ എൻ്റെ അനിയൻ അപ്ലൈ ചെയ്തു, അവന് 1,20,000 രൂപ കിട്ടി, ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് ഒരു നെഗറ്റീവ് റിമാർക്കും ഇല്ല, നല്ല ബാങ്കിങ്ങും ഉണ്ട്, അവൻ ആധാർ കാർഡും പാൻ കാർഡും വെച്ചാണ് കൊടുത്തത്, എനിക്ക് സാലറി ഉണ്ട് 30,000 രൂപ, അവന് 120 കിട്ടി, എനിക്ക് റിജക്റ്റായി, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. അത് ചിലപ്പോൾ അവർ നോക്കുന്നത് നമ്മുടെ ബാങ്കിങ് നോക്കും, അല്ലെങ്കിൽ ചില സിബിൽ ട്രാക്കുകൾ നോക്കും. ബാങ്കിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അക്കൗണ്ടിൽ 5,000, 6,000 അങ്ങനെ ഒരു മാസത്തിൽ നല്ല ബാങ്കിങ് റെക്കോർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ലോൺ തരും, സാലറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഈ ട്രൂ ബാലൻസിലും അങ്ങനെയുള്ള കേസിലും സാലറി ഉള്ളവർക്കും ലോൺ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഈ ബ്രാഞ്ചിലൊക്കെ സാലറി കൊടുക്കുക, ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക, ഫില്ല് ചെയ്യുന്ന ഫോമിലുണ്ട്. അത് ഏത് ബാങ്കിലായിക്കോട്ടെ, ഏത് ലോൺ ആയിക്കോട്ടെ, കാർ ലോൺ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ. കാരണം ചില ആൾക്കാർ വെരിഫിക്കേഷന് വരില്ല. ഓക്കെ, ചില ബാങ്കിൽ നിന്ന് മാത്രമേ വെരിഫിക്കേഷന് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് സാലറി ഒന്ന് കൊടുക്കുക, പിന്നെ സാലറി 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി കിട്ടും, ആ ഡേറ്റ് കൊടുക്കുക. പിന്നെ ചില ബാങ്കിൽ ചോദിക്കും, മുമ്പ് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് യെസ് എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുത്താൽ അവർ അപ്പോൾ തന്നെ സിസ്റ്റം റിജക്റ്റ് ചെയ്ത് കളയും. ഓക്കെ, പിന്നെ വാടക വീടാണെങ്കിലും നമ്മൾ ഓൺ ഹൗസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ സാലറി ത്രൂ ഓൺലൈൻ, അതായത് ബാങ്ക് വഴി തന്നെ സാലറി കിട്ടുമെന്ന് കൊടുക്കുക. നിങ്ങൾ കയ്യിലോ അല്ലെങ്കിൽ ചെക്ക് ത്രൂ ആണോ സാലറി കിട്ടുന്നെങ്കിൽ ബാങ്ക് തരില്ല, അത് റിജക്റ്റ് ചെയ്ത് കളയും. ഇതൊക്കെയാണ് റിജക്റ്റ് ആവുന്ന ഒരു ആവറേജ് സംഗതികൾ. ഇതെല്ലാം മനസ്സിൽ കരുതി വെച്ച് നമുക്ക് അത്യാവശ്യത്തിന് ലോൺ എടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 5 എടുത്തു, 2 മാസത്തെ കാലാവധി EMI അവർ തന്നു, നമ്മളൊരു 10 ദിവസം കൊണ്ട് അത് അടയ്ക്കുകയാണെങ്കിൽ അവർ പിന്നെ ലോൺ തരില്ല, അവർ ബ്ലോക്ക് ചെയ്യും. കാരണം ഇയാൾ ഒരുപാട് ക്യാഷ് എടുത്ത് ഇനി അടയ്ക്കാതിരിക്കാനുള്ള ശ്രമത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉടായ്പിക്കണമെന്നോ അവർ കരുതും, അതുകൊണ്ട് തരില്ല. നിങ്ങൾ കറക്റ്റ് EMI പേരിൽ തന്നെ അടയ്ക്കുക.
ബ്രാഞ്ചിൽ ഏകദേശം നിങ്ങൾക്ക് അങ്ങനെ പോയാൽ ഒരു 10,000 രൂപ വരെ തരും. നിങ്ങൾ പെട്ടെന്ന് ഈ എവിടെന്നെങ്കിലും കടം മേടിച്ച് 10,000 രൂപ അടച്ചാൽ ഇപ്പോൾ 15,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതവർ ബ്ലോക്ക് ചെയ്യും, ഉള്ള പൈസയും പോവും, പിന്നെ നമ്മൾ കടക്കണിയിലാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ട്രൂ ബാലൻസ് എടുക്കുന്നവർ, സാലറി ഇല്ലാതെ എടുക്കുന്നവർ ഈ ഒരു 1000 താഴെ കാണിച്ചിരിക്കുന്ന 1,000 to 15,000 മാത്രം കൊടുക്കുക. കാരണം 3 months ഇൻസ്റ്റൻറ്റ് ഡിസ്ബേഴ്സൽ അത് തന്നെ കൊടുക്കുക. മുമ്പത്തത് ഈ അപ്ലൈ നൗ ക്യാഷ് ലോൺ എന്ന് കൊടുത്തിരിക്കുന്നത് അത് സാലറി ഉള്ളവർക്കാണ് അവർ മാക്സിമം കൊടുക്കുന്നത്. അത് നമുക്ക് പറയാൻ കഴിയില്ല, അത് എന്താ പറയുന്നത്, ഇൻ്റർചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ മാക്സിമം നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും വിളിച്ച് ചോദിക്കുക. പിന്നെ ലോൺ എടുക്കുന്ന സമയത്ത് യാതൊരു വിധമായ വ്യാജരേഖകളും ചമയ്ക്കരുത്. അത് ചിലപ്പോൾ അവർ കംപ്ലൈൻറ്റ് വരെ ചെയ്തും നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ അത് ഇഷ്യൂ ഉണ്ടാക്കും. ഓക്കെ, ഇത് ഞാൻ വീണ്ടും ചെയ്യുന്നത് ഇങ്ങനത്തെ തെറ്റുകൾ വീണ്ടും നിങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.